ഒരേല് വെറുതെ കുഞ്ഞിരിക്കാണ്ട് അല്ല കുത്തിരിക്കാണ്ട് 2 ഫ്രൈഡ് ബട്ടർ ബന്നൊക്കെ ഉണ്ടാക്കി തിന്ന്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കാം. ആദ്യം ഒരു ഗ്ലാസ്സിൽ ചെറിയ ചൂടുവെള്ളം, പരിസരം വൃത്തിയാക്കുക. പിന്നെ കുറച്ച് വൈറ്റ് ശർക്കര, പിന്നെ ഒരു കയ്യിൽ കുമ്മായം, ജസ്റ്റ് കിഡിങ്, ഈസ്റ്റ് ഇടുക, പിന്നെ ഒരു തൊപ്പി വെച്ചിട്ട് പിന്നെ മാറ്റി വെക്കുക. ഈസ്റ്റ് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പുളിക്കാൻ കുറച്ച് പണിയാണ്, അപ്പോൾ കുറച്ച് അടുപ്പിൻ്റെ അടുത്ത് വെക്കുന്നതായിരിക്കും നന്നാവും. പിന്നെ കുറച്ച് പൊറാട്ട മാവ് എടുക്കുക, പരിസരം വൃത്തിയാക്കുക. പിന്നെ മുട്ട റെസ്റ്റോറൻറ്റ് സൈഡിൽ പൊട്ടിക്കുക, വെള്ളയും മഞ്ഞയും മാറ്റി വെക്കുക, എന്നിട്ട് മഞ്ഞ എടുത്ത് മൈദപ്പൊടിയിലിടുക, പിന്നെ 2 ഏലക്കായ എടുക്കുക. നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, അത് വേറെ കാര്യം. പിന്നെ കുറച്ച് വെളുത്ത ശർക്കര, കുറച്ചും കൂടി വേണേ, പിന്നെ കുത്തി വെച്ച ഏലക്കായ ഇടണം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയാൽ നേരത്തെ മാറ്റി വെച്ച മുട്ടേൻ്റെ വെള്ളം നല്ലോണം അടിച്ചെടുക്കുക. പൊടിച്ച് വെച്ച വെള്ള ശർക്കര പൊടി ഇതിലേക്ക് ഇടുക. നേരത്തെ ഉറങ്ങാൻ വെച്ച ഈസ്റ്റ് എടുത്ത് പൊറോട്ട മാവിലേക്ക് ഇടുക, കുഴക്കുക. 1 മിനിറ്റ്. ഇങ്ങനെ ചെറുതായിട്ട് പറ്റി പിടിക്കണം, അത് അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് കുറച്ച് നെയ്യ് തേച്ച് കൂട്ടി വെക്കുക. ഒരു പ്ലേറ്റും വെച്ച് കുറച്ച് വെള്ളവും പറഞ്ഞ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആയി വരും. എന്നിട്ട് കുഴച്ചെടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് ചെറിയ ചെറിയ ഫുട്ബോൾ ഉണ്ടാക്കി വെക്കുക, അല്ല ക്രിക്കറ്റ് ബോൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഉണ്ടായി വന്ന ബാസ്കറ്റ് ബോൾ ഇത് മെല്ലെ എടുക്കുക. എന്നിട്ട് ഡീസലിലേക്ക് ഇടുക. അല്ല, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, പെട്രോൾ ഉപയോഗിക്കാൻ പാടുള്ളത് അല്ല. ബന്നിൻ്റെ ഷേപ്പൊന്നുമില്ലേ, ബന്നിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ബാത്റൂമിലെ ഡോറൊന്ന് അടിച്ചാ. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫെവിക്കോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് ഒട്ടിച്ചേക്കുക. നേരത്തെ ഉണ്ടാക്കിയ ക്രീമാണ് നിറയ്ക്കേണ്ടത്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മുടക്കിയ പൈസക്ക് ലാഭമാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ടോ.